ഗുഡ് മോർണിംഗ്. ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടല്ല കേട്ടോ ഞങ്ങൾ വന്നിരിക്കുന്നേ. വീടിന് ചുറ്റുമുള്ള ചെറിയ ചില പിന്നാമ്പുറ കാഴ്ചകളൊക്കെയാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. റെഡിയല്ലേ? എല്ലാവരും എപ്പോഴും ചോദിക്കാറുണ്ട് വീട്ടിൽ വളർത്തുമൃഗങ്ങളുണ്ടെങ്കിൽ കാണിക്കണം, അതുപോലെ പറമ്പ് ടൂർ കാണിക്കണം എന്നൊക്കെ. പറമ്പ് ടൂർ ശരിക്കും ഒരു ഫുൾ ഡേ ഷൂട്ട് ചെയ്യാനുണ്ടെന്നേ. അതിനുവേണ്ടി ഇരിക്കാനൊരു സമയം കിട്ടാഞ്ഞിട്ടാട്ടോ. എന്തായാലും ഒരു ദിവസം ഫുൾ ഡേ ഷൂട്ട് ചെയ്ത് കാണിക്കാട്ടോ. പിന്നെ വളർത്തുമൃഗങ്ങൾ, പണ്ട് കുറേ പൂച്ചകളുണ്ടായിരുന്നു, ഇപ്പോൾ ഒന്നുമില്ല. ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഓരോ പൂച്ചക്കുഞ്ഞുങ്ങൾ വീട്ടിലേക്ക് അങ്ങ് സ്വയമേ വന്നു കയറും, പിന്നെ അതങ്ങോട്ട് സ്ഥിര താമസാക്കും. ഇവനെ അങ്ങനെ കിട്ടിയതാട്ടോ. ഇരിപ്പുണ്ടോ? ഭയങ്കര ധീരനാണെന്ന ഭാവം, പക്ഷെ നല്ല പേടിത്തൊണ്ടനാണേ. ഇനി നമുക്ക് വീടിന് ചുറ്റുമുള്ള ചെറിയ ചില പിന്നാമ്പുറ കാഴ്ചകളിലേക്ക് പോവാം. എന്തായാലും മാങ്ങയുടെ സീസണൊക്കെ അല്ലേ. ആദ്യമായിട്ട് നമുക്ക് മാങ്ങ പറിക്കാൻ പോവാം. എല്ലാവരും റെഡിയല്ലേ? മാങ്ങ എന്ന് പറയുമ്പോൾ ഇതൊരു വിശേഷപ്പെട്ട മാങ്ങ തന്നെയാണ് കേട്ടോ. അത് പറയാതിരിക്കാൻ വയ്യ. ഈ മാങ്ങയുടെ വിശേഷങ്ങളെ പറ്റി പറയാനും മാങ്ങ പറിക്കാനും ഇന്ന് നമ്മുടെ മൊമ്മാസ് കിച്ചണിൽ ഒരു സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട്. ആരാണെന്ന് നമുക്ക് നോക്കാം. ഒരു നീലമ്മാവാണ്. നീലമ്മാവിൽ ധാരാളം മാങ്ങ ഉണ്ടായിട്ടുണ്ട്. മൂപ്പായി വരുന്നേ ഉള്ളൂ. ഈ മാവ് വലിയ പഴക്കമില്ല, ഒരു 10, 12, 15 വർഷത്തിൽ താഴെ പഴക്കമേ ഉള്ളൂ. അതുകൊണ്ട് കമ്പാരിറ്റീവ്ലി ചെറിയ മാവാണ്. പക്ഷെ ധാരാളം ഉണ്ടായിട്ടുണ്ട്. മുകളിലൊക്കെ കാണാം ധാരാളം മാങ്ങ ഉണ്ടായിട്ടുണ്ട്. മാങ്ങ പക്ഷേ വലിപ്പം കുറച്ച് കുറവാണ്. നോർമലി നീലമാങ്ങ എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ തമിഴ്നാട്, ആന്ധ്ര സ്ഥലങ്ങളിൽ നിന്നാണ് നീലമാങ്ങ വരുന്നത് നമ്മുടെ കേരളത്തിലേക്ക് കൂടുതലായിട്ട്. കേരളത്തിലുണ്ട്, പക്ഷേ അവിടെ നിന്ന് വരുന്നുണ്ട്. അത് ഇതിൻ്റെയൊക്കെ ഒരു 3 ഇരട്ടിയെങ്കിലും വലിപ്പം ഉണ്ടാവും. വളരെ വലിയ മാങ്ങയാണ്. പക്ഷെ എന്തായാലും വലിപ്പം കുറച്ച് കുറവാണ് എന്ന് വെച്ച് രുചിയിലൊന്നും ഒരു വ്യത്യാസവും ഇല്ല. ഇത് മൂത്ത് കഴിയുമ്പോൾ ഇതിൻ്റെ പുറത്ത് മുഴുവനും ഇങ്ങനെ ചാര നിറത്തിൽ ഒരു കളറ് വരും. അതിലിങ്ങനെ കറുത്ത കുത്തു പോലെ ഇത് വരും. അങ്ങനെ വരുമ്പോഴാണ് നമ്മളത് പറിക്കുന്നത്. ഈ കിടക്കുന്നതിൽ ചിലത് മൂത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളത് ഞങ്ങളൊന്ന് പറിക്കാനുള്ള ശ്രമമാണ്. വളരെ രുചികരമായ ഒരു മാങ്ങയാണ്. ഞങ്ങൾക്കിവിടെ 10-14 വെറൈറ്റിയോളം മാവുകളുണ്ട്. അതിലെ ഒരു തരമാണിത്. അൽഫോൺസ നേരത്തെ നമ്മൾ കാണിച്ചിരുന്നു. ഇത് നീലമാണ്. പിന്നെ വേറെ ജഹാംഗീറുണ്ട്, പ്രിയോറുണ്ട്, കിളിച്ചുണ്ടനുണ്ട്, മൂവാണ്ടനുണ്ട്, തോട്ടാവിരിയുണ്ട്, പിന്നെ നെടിശാല, ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. എല്ലാം ഒന്നും എപ്പോഴും കായ് തരുമെന്നില്ല, എല്ലാ വർഷവും കായ് തരാറില്ല സാധാരണഗതിയിൽ. പക്ഷേ ഇത്രയും മാവുകളുള്ളതുകൊണ്ട് നമ്മുടെ ആവശ്യത്തിനുള്ളത് ഉണ്ടാവും. ഉള്ളതെല്ലാം നല്ല മാവുകളുമാണ്. പിന്നെ നാട്ടുമാങ്ങകളും ഉണ്ട്. അപ്പോൾ ഇതിങ്ങനെ പറിക്കാനുള്ള ഒരു ശ്രമമാണ്. മൂത്തത് മാത്രം നോക്കിയിട്ട് ഒന്ന് പറിച്ച് തുടങ്ങാമെന്ന് വിചാരിച്ചാണ്. ഇത് നമ്മൾ വാങ്ങിയ ഒരു തോട്ടിയാണ്, അലൂമിനിയം തോട്ടിയാണ്. ഇപ്പോൾ മുമ്പൊക്കെ മുളയുടെ തോട്ടിയാണ്, പക്ഷെ അത് കിട്ടാൻ മുള ഇപ്പോൾ തീരെ ഷോർട്ടേജ് ആയതുകൊണ്ട് ഇപ്പോൾ മുളയുടെ തോട്ടി വളരെ കുറവാണ്. എന്ന് മാത്രമല്ല മുള വളരെ വെയിറ്റുമാണ്. ഇതാകുമ്പോൾ തീരെ വെയിറ്റ് കുറഞ്ഞ തോട്ടിയാണ്. അപ്പോൾ അത് ഈ ഇലക്ട്രിക് ലൈനിലും മറ്റും ടച്ച് ചെയ്യുന്ന സാഹചര്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ താഴോട്ട് ഏതാണ്ട് ഒരു 12 അടിയോളം നീളത്തിൽ PVCയുടെ ഒരു പൈപ്പ് കൂടി ഇതിനടിയിൽ കയറ്റിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ഇലക്ട്രിക് ലൈനിൽ മുട്ടിയാൽ പോലും വേറെ തകരാറുകളൊന്നുമില്ല. നമുക്ക് ധൈര്യമായിട്ടത് ഉപയോഗിക്കാം. ഇതിന് 28 അടി നീളമുണ്ട്. അപ്പോൾ അത് ഇങ്ങനെ നീട്ടിയെടുക്കാവുന്നതാണ്. പിന്നെ അതിൻ്റെ അറ്റത്ത് ഒരു നെറ്റ് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ നെറ്റിലാണ് മാങ്ങ പറിച്ച് ഇതിലേക്ക് ഇടുന്നത്. അപ്പോൾ താഴെ വീഴാതെ നമുക്ക് ഈ മാങ്ങ കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഒരു സ്വല്പം നീളം കൂട്ടാനായിട്ട് നമ്മൾ തയ്യാറാവുകയാണ്. വലിച്ചോ. ഓ, ഇത് ഭയങ്കര വലുതാവുന്നുണ്ടല്ലോ. ഇത് വലിയ തോട്ടിയാണ്. ഇനി അപ്പം ഇതിൻ്റെ മീഡിയം വേറെ ഒരെണ്ണം മേടിച്ച് ടെറസ് മുകളിൽ വെച്ചിട്ടുണ്ട്. ഇത് വലിയ തോട്ടിയാണ് നമ്മുടെ.
പിന്നെ ഇതിൻ്റെ 12 അടിയാന്ന് തോന്നണം. അപ്പടി ചോദിക്കുള്ള വേറെ ഒരെണ്ണം കൂടെ ഉണ്ട്. അതിൽ വല കെട്ടിയിട്ടില്ല. അരിവാള് പോലെയുള്ളൊരു വളഞ്ഞിരിക്കുന്ന കത്തി പോലത്തെ സാധനമാണ്. അതും കൊണ്ട് നമ്മൾ തോണ്ടിപ്പറിക്കാം. ഞാനത് എടുക്കുമ്പോഴേ അപ്പം പറയും വേണ്ട 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 എന്ന്. അത് അപ്പോഴും വിചാരിച്ചിരിക്കുന്നത് അപ്പം മാത്രം പറിച്ചാൽ അത് ഒക്കോളന്ന്. പിന്നെ ഞാനത് പിടിക്കാറില്ല. എനിക്ക് മസിൽ പിടുത്തത്തിന് പോകാറില്ല. ഓയ്യോ എന്തൊരു നീട്ടോന്ന് എടുക്കട്ടെ കേട്ടോ. ആ പറിച്ചോ. ഇത് അപ്പം നട്ട തൈമാവിലുണ്ടായതാ. 2-3 വർഷം മുമ്പ് കാച്ചു തുടങ്ങി. പക്ഷെ 1-2 ഒക്കെ ഉണ്ടാകാറുള്ളൂ. ഇത്തവണ കുറച്ച് ഉണ്ടായിട്ടുണ്ട്. കേടുണ്ടാവുമെന്ന് നമുക്കറിയില്ല. ഒറിജിനൽ നീല ഫ്രഷ് ആയിട്ട് പറിച്ചെടുക്കണം കേട്ടോ. ഒറ്റ എണ്ണം പോലും താഴെ പോവില്ല അല്ലേ? അത് 2 കയറിയിട്ടുണ്ടല്ലേ? അപ്പം വളച്ചറമാങ്ങ് പറിച്ചപ്പോൾ 2 വീതം കയറിയായിരുന്നു. അത് കംപ്ലീറ്റ് നീട്ടിയേച്ച വലിയ മാവായതുകൊണ്ട് ഇത് പിന്നെ അത്ര നീട്ടേണ്ടി വന്നില്ല. ഇത് ഞെട്ടോട് കൂടിയാ. വല്യപ്പയ്ക്കും അമ്മാച്ചനും ഒക്കെ കൊടുക്കണം. ഇത് പഴിപ്പിച്ച് കൊടുക്കാം അല്ലേ? അമ്മയുടെ വീട്ടിലിങ്ങനെ വലത്തോട്ടിയൊന്നുമില്ല. അമ്മയുടെ വീട്ടിൽ സാധാരണ മാങ്ങ പറിക്കുമ്പോൾ തോട്ടിയും കൊണ്ട് പറിച്ചേച്ച് അടിയിൽ ചാക്ക് കാണിക്കും. എന്നിട്ട് ചാക്കിലെ വീണ ചതയാതെ. ഇവിടെ വന്നാണ് ഈ വലത്തോട്ട് കണ്ട് മനസ്സിലാക്കിയത്. എടുത്തോ ഇത് പിന്നെ അമ്മ പറഞ്ഞില്ലേ തൈമാവായതുകൊണ്ട് അപ്പയ്ക്ക് പറിക്കാൻ ഭാരയില്ല, നീട്ടണ്ട അധികം. ഇതേ മാവിനാൾ പറിച്ചിങ്ങനെ ശരിക്കും വിളഞ്ഞതിൻ്റെ ലക്ഷണം അതേ ഇങ്ങനെ ബ്ലാക്ക് കളർ പോലെയൊക്കെ അറ്റത്ത് വരും. പിന്നെ ഒരു സംഭവം കാണിച്ചു തരാം. ഇച്ചിരി നീങ്ങി നിന്നോ, ഞാൻ കാണിച്ചു തരാം എങ്ങനെയാന്ന്. ദേ ചെന പൊട്ടിക്കുക കേട്ടോ. നിക്ക് ദേ ചെന പൊട്ടിക്കുമ്പോൾ കണ്ടോട്ടോ ചെന. ദേ ഇങ്ങനെ വെള്ളം പോലെ പാല് പോലെ തിക്നെസ് ആണെങ്കിൽ മൂപ്പ് കുറവാണ്. ഇവിടെ അമ്മച്ചി പറഞ്ഞു തന്നേക്കണം അത്. പഴയ ആൾക്കാർക്ക് ഒരുപാട് എന്തേ കണ്ടോ വെള്ളം പോലെ വനാണ്. അതെ ലൂസായിട്ടാണെങ്കിൽ ശരിക്കും മൂത്തു എന്നർത്ഥം. അമ്മച്ചിയുടെ കാഴ്ചപ്പാടാണത്. വെച്ചേക്കട്ടെ. അപ്പുറത്തുള്ളത് അത് വേണ്ട ആ 2 വെച്ചു. അപ്പുറത്ത് നിന്നിട്ട് പറിക്കാം, എന്തെങ്കിലും കാണുള്ളൂ. ഇതാണ് ഞാൻ പറിക്കാൻ പോണേ കേട്ടോ. ഓ ഭയങ്കര നിസറാ. 2 കിട്ടി. ഓ നിസറ് അടിച്ചിട്ട് വയ്യ. താഴത്തേക്ക് ഇട്ടോ, അവിടെ താഴെ ഇന്നത്തെ ആ 2 ഇത് പറിക്കാലോ. അത് ആയില്ല ഇതായില്ലേ? ഇല്ല ഇതേ അത് ഇതാ ആ 2 നിസറ. ആ വാഴക്കച്ചി ഒന്ന് മാറ്റി പിടിക്കും. അതെ ഇത്. ഓ എന്തൊരു നിസറ. ഓ ഭയങ്കര നിസറ്. ഇത് മൂത്താന്ന് തോന്നുന്നു. അതിന്റെ താഴെ ഇതാ. അത് മൂത്തട്ടില്ല. നല്ല നീട്ടം ഉണ്ടല്ലോ. നമ്മൾ ചുരുക്കുവാണോ? അവിടെ ആണിയുണ്ടല്ലേ? ഓ ഇവിടെ ആണിയിട്ട് മുറുക്കുവാണോ? അല്ല ഇനിയിപ്പോൾ ആണി ഇച്ചിരി ചുരുങ്ങും. പക്ഷെ അന്നേരം ഇത് ഇവിടെ കെട്ടിയേക്കണ കാരണം തൽക്കാലം ഇവിടെ അതങ്ങ് ഇട്ട് വെച്ചേക്കാം. നീട്ടണ്ടപ്പോ നീട്ടിയിട്ട് ആണിയിട്ട് മുറിക്കാൻ മതി.
നമ്മളിത് ഇത്രയും മാങ്ങയാട്ടോ നിങ്ങൾ പറിച്ചതാ. എന്നാന്ന് വെച്ചാൽ ഇത്രയും അതിൽ നന്നായിട്ട് വിളഞ്ഞിട്ടുള്ളൂ. ഇതിൽ 1-2 ഇച്ചിരി മൂപ്പ് കുറവുണ്ടെന്ന് തോന്നണം. അത് നമ്മളിങ്ങനെ നോക്കുമ്പോൾ അത്രയ്ക്ക് അറിയാൻ പറ്റൂലല്ലോ. ഇനി കുറച്ചുകൂടി പറിക്കാനുണ്ട്. അപ്പം നമുക്കിത് നന്നായിട്ട് പഴുപ്പിച്ച് കഴിക്കാം. ഞാൻ കൂട്ടി വെച്ചതാ കാണാനായിട്ട്. ഞാൻ കവറിലേക്ക് മാറ്റിയെടുത്തോട്ടെ. അങ്ങനെ നീലം മാങ്ങയുടെ വിളവെടുപ്പ് അല്ലേ? നമ്മളിതേ പയറ് വിളഞ്ഞു കിടക്കുക, പറിക്കാൻ പാകമായി പറിച്ചെടുക്കാം കേട്ടോ. ഇത് നമ്മുടെ രൂത്തി ചേച്ചി ഇതിൻ്റെ പയറിൻ്റെ വിത്ത് നമുക്ക് കൊണ്ടുവന്ന് തന്നിങ്ങനെ മുളപ്പിച്ച്, എന്നിട്ട് അപ്പം ഇതിൽ ഗ്രോ ബാഗിൽ വെച്ചതായിരുന്നു. നന്നായിട്ട് ചാണകപ്പൊടി ഇട്ടടിയിൽ ഇത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഫലമായിട്ട് ഇത് ഉണ്ടായേക്കണതാണ് ആ പയറിൻ്റെ ഇതിൽ നിന്നുണ്ടായ പയറായത്. ഇത് നമുക്ക് പറിച്ചാലോ? പറിക്കട്ടെ. അപ്പോൾ അത്രേ ഉള്ളൂ കേട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായോ? ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. ഇനി മറ്റൊരു ബ്യൂട്ടിഫുൾ ഡിഷായിട്ട് നമുക്ക് അടുത്ത് തന്നെ വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.